ഏപ്രിൽ മാസം നമ്മൾ പരീക്ഷയൊക്കെ കഴിഞ്ഞു, നമ്മൾ ഇലക്ഷനും കഴിഞ്ഞു. ഇലക്ഷൻ്റെ പരീക്ഷയുടെ ചൂടൊക്കെ കഴിഞ്ഞെങ്കിലും നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചൂട്, അന്തരീക്ഷത്തിലെ താപനില വളരെയധികം ഉയർന്നിരിക്കുകയാണ്. മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വർഷം നമ്മൾ 34-ൽ നിന്ന് 36-ലേക്കും 40 വരെയൊക്കെ വരുന്നു. 40-ക്ക് മുകളിൽ പോകുമെന്ന് മറ്റുമാണ് കാലാവസ്ഥ പ്രവചനം വരുന്നത്. ഈ തരുണത്തിൽ നമുക്ക് എങ്ങനെ ആരോഗ്യപരമായിട്ട് മുന്നോട്ട് നീങ്ങാം എന്നുള്ളത് തികച്ചും സ്വാഭാവികമാണ്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് തന്നെ ഇത് തന്നെയാണ്. അപ്പോൾ ഈ വേനൽക്കാലം കൂടിക്കഴിഞ്ഞാൽ മധ്യവേനൽ അവധി വരുന്നു, പിള്ളേരെ പുറത്ത് കളിക്കാൻ വിടാവോ, അവർക്ക് പൊള്ളലേക്കുമോ, അല്ലെങ്കിൽ അവർ നിർജ്ജലീകരണം വരുമോ, അവർക്ക് എന്തെങ്കിലും മഞ്ഞപ്പിത്തമോ അല്ലെങ്കിൽ ചൂട് കൂടിയതുകൊണ്ടുള്ള രോഗങ്ങൾ വരുമോ എന്നുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് തന്നെ ആരോഗ്യമുള്ളവർക്ക് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നുള്ള ഒരു ഉത്കണ്ഠയുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, വേനൽക്കാലം വരുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെള്ളം ഐസ് കട്ടയൊക്കെ എടുത്ത് ദേഹത്ത് ഒഴിക്കുക, അല്ലെങ്കിൽ തണുത്ത വെള്ളമൊക്കെ കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ചെറിയ ടൂറോ പിക്നിക്കൊക്കെ പോകുന്ന സമയമാണല്ലോ. അപ്പോൾ റോഡ് സൈഡിൽ നിന്ന് നമ്മൾ ഐസൊക്കെ ഇട്ട വെള്ളങ്ങളൊക്കെ ഉപയോഗിക്കുന്നു, ജ്യൂസ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ബിയർ ഉപയോഗിക്കുന്നു. ഇവിടെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ താപനില റെഗുലേറ്റ് ചെയ്യുന്ന ഒരു നാച്ചുറൽ മെക്കാനിസം ബോഡിക്കുണ്ട്. അതിന് ഹോമിയോസ്റ്റേസിസ് മെക്കാനിസം എന്ന് പറയുന്നത്, തെർമൽ റെഗുലേഷൻ. അപ്പോൾ നമുക്ക് കാലാവസ്ഥയിൽ എന്തൊക്കെ വ്യതിയാനം വന്നാലും നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു നാച്ചുറൽ മെക്കാനിസമാണ്. ആ മെക്കാനിസത്തിൽ ഒരിക്കലും നമ്മൾ ഐസ് കട്ട ദേഹത്ത് വെക്കാനോ തലയിൽ വെക്കാനോ അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിക്കാനോ തണുത്ത ബിയർ കുടിക്കാനോ ഒന്നും അഡ്വൈസബിൾ അല്ല. കാരണം പ്രൈമറി ആക്ഷൻ നമ്മുടെ പഴയ കാലഘട്ടത്തിലേക്ക് ചിന്തിച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ജോലിക്കൊക്കെ വരുന്നവർ അല്ലെങ്കിൽ പുറത്ത് പണിയെടുക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്നവരൊക്കെ അവർക്ക് തണുത്ത വെള്ളം കുടിക്കാൻ കൊടുത്താൽ അവർ കുടിക്കില്ല. അവർ പറയും ചൂടുവെള്ളം തരിക, അല്ലെങ്കിൽ കട്ടൻ ചായ തരാൻ പറയാറുണ്ട്. എന്താണ് അതിന് കാരണം? അവർക്ക് നാച്ചുറൽ തിയറി അറിയാം നമ്മളെക്കാൾ കൂടുതൽ. ഈ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ അവരുടെ ശരീരം നന്നായിട്ട് വെട്ടി വേർക്കും. വേർക്കുക എന്ന് പറഞ്ഞാൽ ശരീരം തണുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ വേർത്ത് കഴിയുമ്പോൾ നമ്മളുടെ വിചാരം ശരീരം ചൂട് കൂടിയ ശരീരത്തെ തണുപ്പിക്കുന്ന നാച്ചുറൽ സെൻസേഴ്സ് ബോഡിക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ ചൂട് വരുമ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ ഭയങ്കര ചൂട് വരുമ്പോൾ നമ്മൾ വേർക്കുന്നത്. അപ്പോൾ അത് നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പോൾ അവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് എടുക്കുമ്പോൾ അത് എത്രമാത്രം ഹാനികരമാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ബിയർ കഴിക്കുക, അല്ലെങ്കിൽ ബിവറേജസ്, അത് കോള ആയിക്കോട്ടെ, നമ്മൾ വിസ്കിയോ ബ്രാൻഡി എന്ത് കഴിച്ചാലും നമ്മുടെ ബോഡിയുടെ ഹീറ്റ് കൂടുന്നു, എനർജി ലെവൽസ് കൂടുന്നു, അപ്പം മെറ്റബോളിസം കൂടുന്നു, അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹീറ്റ് കൂടി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അത് തരണം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാവുന്ന രീതി എന്ന് പറഞ്ഞാൽ സാധാരണ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളമാണ് ഏറ്റവും അഭികാമ്യം. ഇനിയിപ്പോൾ മോരും വെള്ളമോ നാരങ്ങ വെള്ളമോ, അല്ലെങ്കിൽ നമുക്ക് മറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സുകളൊക്കെ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ അല്ല, നമ്മൾ ഫ്രൂട്ട് ജ്യൂസസ് ഉപയോഗിക്കാം. അപ്പോൾ എന്നിരുന്നാലും അത് ഫിൽട്ടർ ചെയ്യാതെ ഉള്ള ജ്യൂസ്, അതിൻ്റെ പൾപ്പ് സഹിതം നമ്മൾ ഉപയോഗിച്ചാൽ അന്ന് ഫൈബേഴ്സും ആൻറ്റി ഓക്സിഡൻസും കൂടുതലുള്ള ഫ്രൂട്ട്സൊക്കെ ഈ കാലഘട്ടത്തിൽ നമുക്ക് മാങ്ങാപ്പഴമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം. പക്ഷേ തണ്ണിമത്തനൊക്കെ ഉപയോഗിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന സാധനമാണ്. അതിൻ്റെ അത് ചിലപ്പോൾ അഡൾട്രേഷനും പോയിസണും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഡേഞ്ചറസ് ആണ്. അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ കരിമ്പിൻ ജ്യൂസ്, ഇപ്പോൾ സ്ട്രീറ്റിലുള്ളതാണെങ്കിലും ഐസ് കട്ട ഇടാതെ കരിമ്പിൻ ജ്യൂസ് കുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രമേഹ രോഗികൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലാത്തവരെ സംബന്ധിച്ചോളം ഒരു കുഴപ്പമില്ല. നമുക്ക് ബോഡിയുടെ തെർമൽ മെക്കാനിസം റെഗുലേറ്റ് ചെയ്യാനുള്ള ഡ്രിങ്ക്സിലത്. പിന്നെ പഴങ്ങളും പച്ചക്കറികളും നാരുകളും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയ എല്ലാം നമുക്ക് വേനൽക്കാലത്ത് നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് നമ്മുടെ ഓരോ സീസണൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പുറത്തുനിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഫ്രൂട്ട്സ് വെജിറ്റബിൾസിനേക്കാളും നല്ല നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ എരിവും പുളിയും മസാലയും കുറയ്ക്കുക. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇലക്ട്രോലൈറ്റ് ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 2-3 ലിറ്റർ സ്വാഭാവികമായിട്ടും വെള്ളം കുടിക്കണം. ആ വെള്ളം കുടിക്കണമെന്നതിനോടൊപ്പം സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, അതായത് ടിഷ്യൂ സോൾസ് ഉണ്ട്, ടിഷ്യൂ റെമഡീസ് ഉണ്ട്. ഹോമിയോപ്പതിയിൽ നമ്മൾ ടിഷ്യൂ റെമഡീസ് എന്ന് പറഞ്ഞാൽ 12 ടിഷ്യൂ റെമഡീസ് ഉണ്ട്. ആ റെമഡീസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഈ വാട്ടർ ബാലൻസിൻ്റെ ഒപ്പം മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു നാച്ചുറൽ ഹോമിയോസ്റ്റേസിസിൽ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ നമുക്ക് ഈ സീസണിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്കിതിനെ അതിജീവിക്കാം. അപ്പോൾ പിന്നെ പരമാവധി നമ്മൾ
എക്സ്പോഷർ കുറയുക. 12 മണിക്കും ഒരു 3 മണിക്കും ഇടയ്ക്കുള്ള വെയിലിനാണ് നമ്മൾ വളരെയധികം ചൂടെന്ന് നമുക്കറിയാം. ഇപ്പോൾ കൊച്ചു കുട്ടികളോ അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ളവരോ ഏജ്ഡ് ആയിട്ടുള്ളവരൊക്കെ ആ സമയത്ത് പുറത്ത് അധികം പോകാതിരിക്കാൻ ശ്രമിക്കുക. എന്നിരുന്നാലും നമുക്ക് ചില ജോലിയൊക്കെ ആയിട്ട് സംബന്ധിച്ച് നമുക്ക് അങ്ങനെ പോകാതിരിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും അത്രമാത്രം പേടിക്കേണ്ട ഒരു വിഷയമല്ല. വളരെ ഔചിത്യപൂർവ്വം ഇതിനെ നമുക്ക് ഡീൽ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് പിന്നെ മാംസഭക്ഷണങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. റെഡ് മീറ്റ് കൂടുതൽ കഴിച്ചാൽ നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് നല്ലത്. ഫിഷ് ഉപയോഗിക്കുക. നമുക്ക് ഫിഷിന് സാധാരണ നമ്മൾ ഹീറ്റ് അങ്ങനെ കൂടുന്ന രീതിയില്ല. റെഡ് മീറ്റിന് സ്വാഭാവികമായിട്ടും കൂടാം. അതുകൊണ്ട് അങ്ങനെയുള്ള ജങ്ക് ഫുഡ്സ് റെഡ് മീറ്റ്സൊക്കെ അവോയ്ഡ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. താങ്ക് യു.